ഹലോ, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. താരനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ കോതമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഒരു നാടൻ കാച്ചെണ്ണയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. കടയിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണല്ലേ കാച്ചെണ്ണയ്ക്കൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. എനിക്ക് മുടി നന്നായിട്ട് കൊഴിഞ്ഞ സമയത്തും അതുപോലെ തന്നെ മുടിക്ക് ഒട്ടും ഉള്ളില്ലാതെ മുടി കൊഴുവാല് പോലെ ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ കാച്ചെണ്ണ ഉപയോഗിച്ച സമയത്ത് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ മുടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൂത്ത മോളുണ്ടായ സമയത്ത് ഒട്ടും ഉള്ളുണ്ടായിരുന്നില്ല, മുടിക്ക് കരുത്തില്ലാത്ത ഒരു ചെമ്പ മുടിയായിരുന്നു കേട്ടോ. ഈ കാച്ചെണ്ണ തേച്ച് തന്നെയാണ് മുടി നന്നായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ മോക്കും മുടിയുണ്ട്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറവും വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ കാച്ചാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. എണ്ണ കാച്ചുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇലകളൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാൻ ഉലുവയാണ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഉലുവ കുതിർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാനും കുതിർത്തിട്ടില്ല, ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തുളസിയുടെ ഇലയാണ്. കുറച്ച് പനിക്കൂർക്കയില ഇട്ട് കൊടുക്കാം. തുളസിയുടെ ഇലയും പനിക്കൂർക്കയിലയൊക്കെ ജലദോഷ തുമ്മലൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഒരു പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ഇടുന്നു അത്രയും നല്ലതാണ്. 7 ചെമ്പരത്തിയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10ഓ 12ഓ ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ്. കറിവേപ്പില എത്ര എടുത്തോ അത്രത്തോളം തന്നെ മൈലാഞ്ചിയുടെ ഇലയും എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. 6 ചെമ്പരത്തിപ്പൂവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ഇതളുകൾ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അലോവേരയാണ്. മുടി നന്നായിട്ട് വളരാന് വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അലോവേര ഞാൻ അതിന്റെ യെല്ലോ കളർ ലിക്വിഡൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് കഴുകി അതിനുശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം, കയ്യൂന്നിയുടെ ഇല ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. മുറ്റത്ത് സിമെന്റിന്റെ 3 കട്ട വെച്ച് കൊടുത്തിട്ട് ഒരു അടുപ്പ് തയ്യാറാക്കി എടുത്തു. നല്ല കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിന്റെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ട് കൊടുക്കാം. ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. 1/2 ലിറ്റർ എണ്ണയാണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. തീ കത്തിച്ചു കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അലർജിയും തുമ്മലൊക്കെ ഉള്ളവർ ഉലുവ കുറച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇലയും കുറച്ചെടുത്താൽ മതി. തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പൊതുവെ ഇപ്പൊ എല്ലായിടത്തും നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ മുടി ഒരുപാട് പേരുടെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. നല്ല തണുപ്പാണ് നമ്മളിത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുമ്പം ഈ ഹെയർ ഓയില്. അപ്പൊ തീ ഒന്ന് കുറച്ച് വെക്കേണ്ട സമയമായിട്ടോ. 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ തീ ഒന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതാണ്ട് ഒരു 3/4 ഭാഗമായിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിലിന്റെ. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി കുറച്ച് ഓയിൽ തയ്യാറാക്കി തരുമെന്ന്. അപ്പോൾ എനിക്ക് മക്കളെയൊക്കെ വെച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആർക്കും ഒരു റിപ്ലൈയും കൊടുക്കാത്തത്. അടുത്ത ദിവസം തന്നെ നമ്മൾ ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 3/4 മണിക്കൂർ എടുത്തു നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. തുണി തന്നെ വേണമെന്നില്ല കേട്ടോ, അരിപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. മൂപ്പ് നന്നായിട്ട് ന്നതിന് മുമ്പേ നമ്മളിത് വാങ്ങി വെക്കണം. അതായത് നമ്മൾ കട്ടിയായിട്ടുള്ള പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അതിലിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിയും. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇലകളൊക്കെ ഉമ്മക്കരി പരിവാകുമ്പോഴാണ് നമ്മുടെ എണ്ണ തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളത് എടുത്ത് വെക്കുമ്പോൾ കിരികിരാന്ന് ഒച്ച കേൾക്കും. അപ്പൊ നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട്. അരിച്ചെടുത്തേക്കുന്ന ഈ പിസഡ് കളയരുത് കേട്ടോ. നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. തൈരോ അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളമോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി. കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ മക്കളുടെ തലയിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. 1-2 ദിവസത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ.
അപ്പം നമ്മൾ ഹെയർ ഓയിലൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു കേടും ഉണ്ടാവില്ല, കനച്ച മണം ഒന്നും ഉണ്ടാവില്ല. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ മുടിയൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാച്ചെണ്ണ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ല വൃത്തിക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ എല്ലാ ദിവസവും മുടിയുടെ ജട കളയണ സമയത്ത് കുറച്ച് ഓയിൽ മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം നന്നായിട്ട് മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കും. അന്ന് എന്തെങ്കിലും താളിയോ ഷാമ്പോ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാറുണ്ട്. മുടിയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ തേച്ച് കൊടുക്കണം, തലയോട്ടിയിൽ അതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിർത്തരുത്. നമ്മൾ 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നത്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും, മുടിക്കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്ക് വെക്കും. അപ്പോൾ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മസാജ് കൂടി ചെയ്ത് കൊടുത്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ഒരു താളി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി താളി തലയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോയും കൂടി ചെയ്യുക. അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.